മോർഫ് ചെയ്ത ചിത്രത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അത് വീഡിയോ എന്ന് ചിത്രീകരിക്കേണ്ട കാര്യമില്ല, ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രം ആളെ തലവെട്ടിയിട്ട് വേറെ തലവെക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് നടന്നത്. അതല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾ വിട്ടാലും ജനങ്ങൾ വിടുമെന്ന് കരുതണ്ട കേട്ടോ. ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. സാംസ്കാരിക കേരളം അതൊന്നും അംഗീകരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിലെ സംസ്കാരത്തിനും അത് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ വികാരം പൊതുവെ വടകരയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ, അത് സ്വാഭാവികമായിട്ട് നടക്കില്ലേ. സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കൂടിയൊക്കെ വാങ്ങിച്ച് അവരുടെ കൈകളുടെ ചടക്കം മുറിച്ച് പോകണം എന്ന സ്വഭാവത്തിൽ പ്രചരിക്കുന്നതാണ്. പിന്നീട് അത് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എംഎൽഎയൊക്കെ അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രദേശങ്ങളെ പോലും പ്രയാസപ്പെടുന്ന സ്വഭാവത്തെ നീതി ചെയ്യുന്നത് ശരിയാണ്. എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, അന്ന് അന്വേഷിക്കാത്തതാണ്. കഴിഞ്ഞ ദിവസം ഒരു അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സൈബർ അതുപോലെ സൈബർ രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അതായത് മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുകയും വ്യാജപ്രചാരണം നടത്തുന്ന സമയത്ത് നവമാധ്യമങ്ങൾ ശക്തമായ പ്രതികരണം വേണമെന്ന്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മാത്രമല്ല, കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന കാര്യം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ തമസ്കരിക്കൽ ഒരു ഭാഗത്ത്, വക്രീകരിക്കൽ വേറൊരു ഭാഗത്ത്, തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കൽ മറ്റൊരു ഭാഗത്ത്, എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടം. ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ്. നവമാധ്യമ രംഗത്ത് പല പ്രവണതക്കാരുണ്ട്. ആ എല്ലാ പ്രവണതക്കാരെയും കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിൻ്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരു പറ്റം ആളുകൾ വളരെ മേന്മയേറിയ പ്രവർത്തനമാണ് നടത്തുന്നത്. ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത്. അവർ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി അവർ വരുന്നതിന് നന്ദിയുണ്ട് എന്നാണ് അതിൽ പറയാനുള്ളത്.